ഹായ്, ഡോക്ടർ സൂര്യാസ് ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കരിമംഗല്യം അല്ലെങ്കിൽ മെലാസ്മ. ഇത് നിങ്ങളെ പലർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കവിളിൻ്റെ രണ്ട് സൈഡിലായിട്ട്, അതേപോലെ തന്നെ താടിയുടെ ഭാഗത്ത് നെറ്റിത്തടത്തിലൊക്കെ ചെറിയ ചെറിയ കറുത്ത കുത്തുകളോ കറുത്ത പാടുകളോ ഒരു തേൻ നിറത്തിൽ കാണപ്പെടുന്നതാണ് ഈ കരിമംഗല്യം. അതിനൊരു പ്രത്യേക ഷേപ്പൊന്നും പറയാനായിട്ടില്ലൊരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു പാടുകളാണ്. അത് ശരിക്കും തേൻ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇത് കൂടുതലായിട്ടും വരുന്നത് 35 ആ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം, 40-45 വയസ്സോടുകൂടിയാണ് ഇത് കൂടുതലായിട്ട് അങ്ങനെയുള്ള ആളുകളിലാണ് കാണുന്നത്. സ്ത്രീകളിലാണ് കൂടുതലും, അപൂർവമായിട്ട് പുരുഷന്മാരിലും കാണാറുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും, അതേപോലെ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് അതിനെ മാറ്റിയെടുക്കാം, അതുപോലെ അത് വരാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൺ എക്സ്പോഷറാണ്. അതായത് നമ്മൾ കൂടുതൽ സമയം സൂര്യപ്രകാശത്തിൽ നിൽക്കേണ്ടി വരിക, നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്യുകയോ മറ്റോ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റാണ്. ഫേസിലുള്ള സ്കിന്ന് മറ്റുള്ള സ്കിന്നുകളെ അപേക്ഷിച്ച് വളരെ സോഫ്റ്റായ സ്കിന്നാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് സൂര്യപ്രകാശം അടിച്ച് കഴിയുമ്പം ചില ഭാഗങ്ങളിൽ ചെറിയ ഡാമേജുകളുണ്ടാവും. അതിൻ്റെ ആ ശക്തി കൊണ്ട് ഡാമേജുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതായത് ഫോട്ടോ ഡാമേജ് എന്നാണ് നമ്മളതിനെ പറയുക. ആ ഡാമേജ് ഉണ്ടായ പോർഷൻസിൽ നമ്മുടെ ശരീരത്തിന് നിറം കൊടുക്കുന്ന വസ്തുവാണ് മെലാനിൻ. ഇത് ശരീരം മുഴുവൻ ഒരേപോലെ നമുക്ക് കവർ ചെയ്ത് വരുന്നതാണ് ഈ മെലാനിൻ. പക്ഷേ ഈ ഫോട്ടോ ഡാമേജ് ഉണ്ടായ ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡാമേജുകൾ സ്കിന്നിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ മെലാനിൻ കൂടുതലായിട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് മെലാനിൻ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ചെറിയ ചെറിയ കറുത്ത പാടുകളും കുത്തുകളും ഒക്കെ കാണപ്പെടുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സൺ എക്സ്പോഷറാണ്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു 35-40 വയസ്സിനോടടുക്കുന്ന സമയങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് നമ്മുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ സമയത്തെന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ ഒരു മെനാപ്പോസ് സ്റ്റേജിലോട്ട് പോവുകയാണ്. അതായത് മെനാപ്പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെൻസസ് നിൽക്കാനുള്ള സ്റ്റേജിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു 3-4 വർഷം മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് ഈ ശരീരം തുടങ്ങിയിരിക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ്, ഈസ്ട്രജൻ, പ്രൊജസ്റ്റോൺ, അങ്ങനെ ഹോർമോൺസൊക്കെ നമ്മുടെ സ്ത്രീകൾ ലേഡീസിലൊക്കെ ഉള്ളതാണ്. ആ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടാവും. അതിന് പ്രൊഡക്ഷൻ്റെ കൂടുതലുണ്ടാവുക, കുറവാകുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഇംബാലൻസ് വരുമ്പോഴത്തേക്കും മുഖത്തെ കരിമംഗല്യം പോലുള്ള കറുത്ത പാടുകൾ കാണാനുള്ള ഒരു കാരണമാകുന്നു. ഇതോടൊപ്പം തന്നെ യൂട്രസ് സംബന്ധമായ ചില രോഗങ്ങൾ, PCOD, ഓവേറിയൻ സിസ്റ്റ്, ഫൈബ്രോയിഡ് മുതലായവ ഉള്ളവരിലും ഈ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു കാരണമാണ്. ഇത് കൂടുതലായിട്ട് വരുന്നത് നമ്മൾ ഈ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന ആളുകളിൽ ആ ഡൈയുടെ അലർജി ആയിട്ട് അങ്ങനെ വരാറുണ്ട്. ഡൈയുടെ അലർജി ആയിട്ട്, അതുപോലെ തന്നെ വൈറ്റനിങ് ക്രീമുകൾ, ധാരാളം ബ്ലീച്ചിങ് ഏജൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള വൈറ്റനിങ് ക്രീമുകൾ ഉപയോഗിക്കുന്നവരിലും ധാരാളമായിട്ട് ഈ കറുത്ത പാടുകൾ. അപ്പോൾ ആദ്യം വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുമ്പോൾ ആദ്യം നമുക്ക് നല്ല ഒരു കളർ ചേഞ്ചൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അവിടെ കൂടുതലായിട്ടും ഈ ബ്ലീച്ചിങ് ഏജൻറ്റിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ഈ സെല്ലുലാർ ഡാമേജുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഡാമേജുകൾ ഉണ്ടാകുന്ന പോർഷൻസിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ചെറിയ കറുത്ത കുത്തുകളും കറുത്ത പാടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് കുറേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചില മെഡിസിൻസ് എടുക്കാറുണ്ട്. ചില എന്തെങ്കിലും രോഗങ്ങൾ, തൈറോയിഡ്, പിന്നെ അതുപോലെ സ്റ്റിറോയിഡ് ചേർന്നിട്ടുള്ള ചില മെഡിസിൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചിലർക്ക് കഴിക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിലൊക്കെ അതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് ഈ കറുത്ത പാടുകൾ കാണാറുണ്ട്. അടുത്തൊരു കാരണമെന്ന് പറയുന്നത് ലിവർ ഫങ്ഷൻ്റെ എന്തെങ്കിലും തകരാറുകൾ ഉള്ളവരിലും കുറേ നാളായിട്ട് ലിവറിൻ്റെ എന്തെങ്കിലും ഫങ്ഷൻസിലൊക്കെ തകരാറുള്ളപ്പോൾ അതിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്ക് കറുത്ത പാടുകൾ മുഖത്ത് പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ കരിമംഗല്യം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ. അപ്പം ഈ കാരണങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതായത് കാരണങ്ങൾ കണ്ടെത്തി നമ്മളിതിന് ചികിത്സയ്ക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ കാരണം എന്തുകൊണ്ടാണ് ഇവരുടെ മുഖത്ത് ഇതുണ്ടായെന്ന് നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി തന്നെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് പോകാനായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറുകളാണെങ്കിലും സ്കിൻ സ്പെഷ്യലിസ്റ്റുകളുടെയൊക്കെ അടുത്ത് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഈ കാരണങ്ങൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒന്ന് ഫെയ്ഡായി വരികയും വീണ്ടും 2-3 മാസം കഴിയുമ്പോൾ ഇത് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ പാടുകൾ കാണുന്നതായിട്ടാണ് ഇപ്പോൾ പലരിലും കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കാരണം എന്താണെന്ന് കണ്ടെത്തി കാരണത്തിനെ ചികിത്സിച്ച ശേഷം മാത്രം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് നന്നായിട്ട്
ഒരു സിസ്റ്റമാറ്റിക് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു. അപ്പം ഈ കഴിക്കുന്ന ഫുഡുകളിൽ നമ്മൾ എന്തോരം അതിനകത്തിൽ ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ് അങ്ങനെയുള്ള സംഗതികളെല്ലാം കൃത്യമായിട്ട് നമ്മളിൽ ചെല്ലുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അതായത് നമ്മൾ ആ ഫുഡിനകത്തിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് തന്നെ നമ്മൾ വൈറ്റമിൻ സി കണ്ടൻറ്റുകൾ കൂടുതൽ ചേർന്ന ഓറഞ്ച്, നാരങ്ങ വെള്ളമൊക്കെ ധാരാളം കഴിക്കുന്നത് സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ, പേരയ്ക്ക വൈറ്റമിൻ സി റിച്ചാണ്. അപ്പോൾ അത് പേരയ്ക്ക ധാരാളം കിട്ടുന്ന അവസരങ്ങളിൽ ധാരാളം കഴിക്കാം. തണ്ണിമത്തൻ, അതിനകത്തിലൊക്കെ ഒരുപാട് മിനറൽസൊക്കെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ കിട്ടുന്നത് പോലെ അവൈലബിലിറ്റി അനുസരിച്ച് കഴിക്കുന്നത് നല്ലതാണ്. വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. പിന്നെ ഇലക്കറികൾ നമ്മുടെ ആഹാരത്തിൽ ഒരുപാട് ഉൾപ്പെടുത്തുക. മീൻ, ഇറച്ചി, മുട്ട അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി മീൻ, ഇറച്ചി കഴിക്കാൻ പറ്റാത്തവരാണ്, അവർക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവർക്കതിന് പകരമായിട്ട് നമുക്ക് നട്ട്സ്, നിലക്കടല, ബദാം അങ്ങനെയൊക്കെയുള്ള ഇത് കഴിച്ചാൽ ഇതേ ഗുണം തന്നെ ഒരു പരിധിവരെ അവർക്ക് കിട്ടും. പിന്നെ ധാരാളം തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഒരു ചെറിയ കപ്പ് തൈര് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല മോയ്സ്ചറൈസർ എന്ന് പറയുന്നതാണ് വെള്ളം. ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്, അത്യാവശ്യമാണ്. അതായത് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആകുകയും ഇങ്ങനെയുള്ള പാടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ധാരാളം വെള്ളം കുടിക്കുക. അതായത് നമ്മളൊരു 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം, അതായത് ഒരു 50 കിലോ തൂക്കമുള്ള ആളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം അവർ കഴിച്ചിരിക്കണം. അപ്പം നമ്മുടെ ആ ശരീരത്തിൻ്റെ ഒരു മോയ്സ്ചർ നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വെള്ളം ധാരാളമായി കഴിക്കുക. പിന്നെ സ്ട്രെസ്സ്, സ്ട്രെയിന് അത് ഒഴിവാക്കണം. അതുള്ളവരിൽ സ്ട്രെസ് ഹോർമോൺസൊക്കെ വരുന്നത് നമുക്ക് ചില സ്കിന്നിനൊക്കെ തകരാറുണ്ടാക്കുന്ന ആക്ഷൻസൊക്കെ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കാരണം സ്ട്രെസ്സ്, സ്ട്രെയിന്, ടെൻഷൻ ഇതൊക്കെ ഒന്ന് ഒരു പരിധി വരെ ഒഴിവാക്കി ജീവിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം ഏറ്റവും അത്യാവശ്യമാണ് ഒരു 6-7 മണിക്കൂറെങ്കിലും കൃത്യമായ ഉറക്കം ഉണ്ടാവണം. ഈ ഉറക്കം നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ്റെനൻസ് പ്രോസസ്സ് നടത്തുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ചെറിയ തകരാറുകളൊക്കെ ഡെയിലി വരുന്നതൊക്കെ നമ്മുടെ ഈ ഉറക്കത്തിൻ്റെ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 6-7 മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള പാടുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ വരണ്ട് പോകാതിരിക്കാനൊക്കെ ആയിട്ടും ഈ 7 മണിക്കൂറെങ്കിലും ഒരു മിനിമം നല്ലൊരു സ്ലീപ്പ് അത്യാവശ്യം, കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലീപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളീ പറഞ്ഞതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഇങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഫേസ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മുടെ ജീവിതത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുപോലെ സൂര്യപ്രകാശം ശക്തിയായി കേൾക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ എപ്പോഴും നമ്മളൊരു കുട യൂസ് ചെയ്യുമോ, അത് എന്തെങ്കിലും ഒരു കുടയെ പോലുള്ള എന്തെങ്കിലും ഒരു തണൽ നമുക്ക് ഉണ്ടാകുന്ന ഒത്തിരി നല്ലതാണ്. കാരണം അത്രയും എങ്ങനെയാണെങ്കിലും അതിൻ്റെ റേസ് നമ്മളിൽ വരും എങ്കിൽ പോലും ഒരു പരിധി വരെ നമുക്കിതിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കുക. ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ പാടിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ പറ്റും. നമുക്കിതിനെ പൂർണ്ണമായിട്ടും തന്നെ ഭേദമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ആ കാരണം കണ്ടെത്തി അതിനോടുള്ള ചികിത്സ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഒരു 3 months കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തുടക്കക്കാരിലാണെങ്കിലും കണ്ടു കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിലാണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും ഭേദമാക്കി എടുക്കാൻ പറ്റും. ഇനി കുറച്ച് കാലമായതാണെങ്കിൽ പോലും നമ്മളൊരു 3-4-5 മാസത്തെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും തീർത്തും നല്ല രീതിയിൽ തന്നെ ഇത് ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.